Hi friends, അപ്പോൾ നമ്മൾ പ്രീവിയസ് 2 ചാപ്റ്റേഴ്സിൽ കഴിഞ്ഞ എന്തായിരുന്നു ഡാറ്റ കളക്ട് ചെയ്യുന്നതിനെ പറ്റി പഠിച്ചു, ഡാറ്റ എങ്ങനെ ഓർഗനൈസ് ചെയ്യണമെന്നും പഠിച്ചു. ഇനി നമുക്ക് ഓർഗനൈസ് ചെയ്തു, ഇൻഫർമേഷൻ കിട്ടി, എല്ലാം ശരിയാണ്. പക്ഷേ നമ്മളതിങ്ങനെ പ്രസൻറ്റ് ചെയ്യും. ഇപ്പം ഈ കളക്ട് ചെയ്തു, ഓർഗനൈസ് ചെയ്തു, ഇൻഫർമേഷൻ കിട്ടിയാൽ കാര്യമില്ലല്ലോ. ഇത് ചെയ്ത സംഭവം ആരെങ്കിലും കാണിച്ചു കൊടുക്കണ്ടേ? സോ നമ്മൾ എന്ത് ചെയ്യണം? പ്രസൻറ്റ് ചെയ്യണം. സോ പ്രസൻറ്റേഷൻ ഓഫ് ഡാറ്റ. നമുക്ക് എങ്ങനെ ഡാറ്റ പ്രസൻറ്റ് ചെയ്യാം? ലെറ്റ്സ് സീ. ഓക്കെ, അതാണ് നമ്മുടെ +1 സ്റ്റാറ്റിസ്റ്റിക്സിലെ ചാപ്റ്റർ 4 is dealing with presentation of data. How we can present the data? എങ്ങനെ പ്രസൻറ്റ് ചെയ്യാം, isn't it? Yeah, so let's see how we can present the data. So presentation of data. What is presentation of data? ഇപ്പോൾ 10 പേര് 10 പ്രസൻറ്റേഷൻ ഉണ്ട് സെയിം ടോപ്പിക്ക് നടത്തിയാൽ 10ഉം 10 രീതിയിലായിരിക്കും അല്ലേ? അപ്പോൾ പ്രസൻറ്റേഷൻ ഇസ് എ സ്കിൽ. അതൊരു സ്കില്ലാണ്. നമ്മൾ ചെയ്യേണ്ട ഒരു ഡെവലപ്പ് ചെയ്തെടുക്കേണ്ട ഒരു സ്കില്ലാണ് എന്ത് പ്രസൻറ്റേഷൻ എന്ന് പറയുന്നത്. സോ പ്രസൻറ്റേഷൻ ഓഫ് ഡാറ്റ. ലെറ്റ്സ് സീ. There are generally 3 forms of presentation of data. ഡാറ്റ പ്രസൻറ്റ് ചെയ്യാൻ 3 ഫോംസ് ആണ് നോർമലി ഉള്ളത്. ടെക്സ്റ്റുവൽ ഓർ ഡിസ്ക്രിപ്റ്റീവ് പ്രസൻറ്റേഷൻ. ഒന്നെങ്കിൽ നമുക്ക് എഴുതി പ്രസൻറ്റ് ചെയ്യാം, ടെക്സ്റ്റുവൽ ആയിട്ട് റൈറ്റ് ചെയ്ത് ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് പ്രസൻറ്റ് ചെയ്യാം. ഇപ്പം നമ്മൾ ജേണൽ ആർട്ടിക്കിൾസ് അല്ലെങ്കിൽ ന്യൂസ് പേപ്പർ കണ്ടൻസ് ഒക്കെ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, എഴുതുകയാണ് അല്ലെ, ടെക്സ്റ്റുവൽ ആയിട്ട് നമ്മൾ എഴുതുകയാണ്. അങ്ങനെ നമുക്ക് പ്രസൻറ്റ് ചെയ്യാം. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് ടേബിൾസ് ആയിട്ട് പ്രസൻറ്റ് ചെയ്യാം. ഇപ്പം നമുക്ക് ഇന്ത്യയുടെ GDP പറ്റി നമ്മൾ ഡിസ്ക്രിപ്റ്റീവായിട്ട് എഴുതുകയാണെങ്കിൽ ഇന്ത്യയിലെ GDP ഇന്നതാണ് ഈ വർഷം, കഴിഞ്ഞ വർഷം ഇത് ഇത്രയായിരുന്നു, ഈ വർഷം ഇത്രയും കൂടി, അങ്ങനെ നമുക്ക് ഡിസ്ക്രൈബ് ചെയ്ത് എഴുതാം. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ടേബിളായിട്ട് കൊടുക്കാം. സോ ഓരോ വർഷത്തെ GDP ഒരു ടേബിളായിട്ട് അറേഞ്ച് ചെയ്യാം. ടേബിളാറായിട്ടും നമുക്ക് പ്രസൻറ്റേഷൻ ചെയ്യാം. സോ ഓക്കെ, ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ടേബിളാറായിട്ടും പ്രസൻറ്റേഷൻ ചെയ്യാം. In textual or descriptive presentation, in textual presentation, data are described with the text. നമ്മൾ എഴുതിയാണ് ചെയ്യുന്നത് അല്ലേ. ഇന്ത്യയുടെ GDP നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുമ്പോൾ എങ്ങനെയാണ്, ഈ വർഷം ഇത്ര GDP ഉണ്ട്, കഴിഞ്ഞ വർഷം ഇത്രയായിരുന്നു, കഴിഞ്ഞ വർഷത്തിൽ നിന്ന് ഈ വർഷത്തേക്ക് ഇത്രയും കൂടി, അങ്ങനെ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്ത് ഒരു നോട്ട് എഴുതുന്നു, ഒരു ടെക്സ്റ്റ് ആയിട്ട് നമ്മൾ എഴുതുന്നു. ദാറ്റ് ഈസ് ടെക്സ്റ്റുവൽ. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഞാൻ പറഞ്ഞു ടേബിളായിട്ട്, ഇപ്പോൾ ഇന്ത്യയുടെ GDP ഇയർ വൈസ് GDP ഒരു ടേബിളായിട്ട് നമുക്ക് അറേഞ്ച് ചെയ്യാം. സോ ഇൻ എ ടേബിൾ ആർ പ്രസൻറ്റേഷൻ, ഡാറ്റ പ്രസൻറ്റഡ് ഇൻ റോസ് ഹൊറിസോണ്ടലി ആൻഡ് കോളംസ് റീഡ് വെർട്ടിക്കലി. സോ നമ്മൾ റോസ് ആൻഡ് കോളംസ് ആയിട്ട് എന്ത് ചെയ്യും, നമ്മൾ ഡാറ്റ പ്രസൻറ്റ് ചെയ്യുകയാണെങ്കിൽ അത് ടേബിളാർ ഫോമിൽ നമുക്ക് പ്രസൻറ്റ് ചെയ്യാം. ഓക്കെ, ദെൻ ദ തേർഡ് ഫോം വിൽ ബി ഡയഗ്രാമാറ്റിക് പ്രസൻറ്റേഷൻ. നമുക്ക് പിക്ചറായിട്ട് പ്രസൻറ്റ് ചെയ്യാം അല്ലേ. നമ്മൾ ചില ഡയഗ്രാംസ് ഒക്കെ കണ്ടില്ലേ, ഡയഗ്രാംസ്, ചാർട്ട്, ഗ്രാഫ്സ് ഒക്കെ, അങ്ങനെ ഡയഗ്രാമായിട്ട് നമുക്ക് എന്തെങ്കിലും പ്രസൻറ്റ് ചെയ്യാം. സോ ക്ലാസിഫിക്കേഷൻ യൂസ്ഡ് ഇൻ ടാബുലേഷൻ ഈസ് ഓഫ് 4 kinds. സോ നമ്മൾ ടാബുലേഷനിലേക്ക് വരുന്ന സമയത്ത് ടാബുലേഷനിൽ ഏതൊക്കെ രീതിയിലുള്ള ഡാറ്റയാണ് നമ്മൾ ടാബുലേറ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, ക്വാളിറ്റേറ്റീവ് ഡാറ്റ നമ്മൾ ടാബുലേറ്റ് ചെയ്യാറുണ്ട്. നേരത്തെ നമ്മൾ കണ്ടല്ലോ, ഇപ്പം ജെൻഡറിൻ്റെ ബേസ്, ജെൻഡർ ഒരു ക്വാളിറ്റേറ്റീവ് ഡാറ്റയാണ്. പിന്നെ നമുക്ക് ടാബുലേറ്റ് ചെയ്യാം, മെയിൽ ഇത്ര, ഫീമെയിൽ ഇത്ര. അല്ലെങ്കിൽ നമ്മൾ നേരത്തെ തിരുവരങ്ങാടി, നമ്മൾ ഒരു എക്സാമ്പിൾ പ്രീവിയസ് ചാപ്റ്ററിൽ പറഞ്ഞിരുന്നു, തിരുവരങ്ങാടിയിലെ കസ്റ്റമേഴ്സിൻ്റെ ബിഹേവിയേഴ്സ് ഉണ്ട് ഡാറ്റ കളക്ഷനിൽ ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ കസ്റ്റമേഴ്സിൻ്റെ ബിഹേവിയർ ഡാറ്റ നമുക്ക് കിട്ടി. അതിൽ ജെൻഡർ ബേസ്ഡ് ക്ലാസിഫിക്കേഷൻ, മെയിൽസ് ഇത്ര റെസ്പോണ്ടൻസ് ഉണ്ട്, ഫീമെയിൽസ് ഇത്ര റെസ്പോണ്ടൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനെ ക്വാളിറ്റേറ്റീവ് ഡാറ്റ ബേസിൽ ടാബുലേറ്റ് ചെയ്യാം. ഓക്കെ, ദെൻ ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റയുടെ കേസിലും നമുക്ക് ടാബുലേറ്റ് ചെയ്യാം. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ മാർക്ക് ഓഫ് സ്റ്റുഡൻസ് നമ്മൾ നേരത്തെ കണ്ടാണ്, 1 to 20, 20 to 40, 40 to 60, 60 to 80. അതാണ് ക്ലാസിഫിക്കേഷൻ. സോ അത് ക്വാണ്ടിറ്റേറ്റീവ് ആണ്, അത് മെഷർ ചെയ്യാൻ പറ്റുന്നതാണ്. അതിൻ്റെ ബേസിൽ നമുക്ക് ടാബുലേറ്റ് ചെയ്യാം. 1 to 20 ഇത്ര സ്റ്റുഡൻസ് ഉണ്ട്, 20 to 40 ഇത്ര സ്റ്റുഡൻസ് ഉണ്ട്, 40 to 60 ഇത്ര സ്റ്റുഡൻസ് ഉണ്ട്, 60 to 80 ഇത്ര സ്റ്റുഡൻസ് ഉണ്ട്. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ടാബുലേറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റയുടെ ബേസിൽ. സോ ടെമ്പറൽ ക്ലാസിഫിക്കേഷൻ, ദെൻ ക്വാണ്ടിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ നമ്മൾ പറഞ്ഞു, ക്വാണ്ടിറ്റിയുടെ ബേസിൽ ക്ലാസിഫൈ ചെയ്യുക. ഓക്കെ, ടാബുലേറ്റ് ചെയ്യാൻ നമുക്ക് പറ്റും. ദെൻ ടെമ്പറൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ പീരീഡ് ഓഫ് ടൈം. നമ്മൾ നേരത്തെ പറഞ്ഞു, നമ്മൾ ക്രോണോളജിക്കൽ ക്ലാസിഫിക്കേഷൻ പറഞ്ഞു. അതുപോലെ ക്രോണോളജി അല്ലെങ്കിൽ ഓവർ ദ പീരീഡ് ഓഫ് ടൈമിൻ്റെ ബേസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടാബുലേഷൻ ചെയ്യാൻ പറ്റും. ദാറ്റ് ഇസ് ടെമ്പറൽ ടാബുലേഷൻ. ദെൻ സ്പാഷ്യൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാമല്ലോ, എന്തായിരുന്നു, ജിയോഗ്രഫിക്കൽ ഏരിയ ഇസ്ന്റ് ഇറ്റ്. സോ ജിയോഗ്രഫിക്കൽ ഏരിയയുടെ ബേസിൽ നമ്മൾ ടാബുലേറ്റ് ചെയ്യുകയാണെങ്കിൽ എന്താണ്, സ്പാഷ്യൽ ടാബുലേഷൻ. സോ ഈ രീതിയിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടാബുലേറ്റ് ചെയ്യാൻ പറ്റും. സോ then when it comes to diagrammatic presentation, ക്വാളിറ്റേറ്റീവ് ഡാറ്റ നമുക്ക് ഡയഗ്രാമായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പം മൊത്തം പോപ്പുലേഷനിൽ ഇത്ര പേര് ജെൻഡർ മെയിൽ ആയിരുന്നു, ഇത്ര പേര് ഫീമെയിൽ ആയിരുന്നു. സോ നമുക്കൊരു പൈ ഡയഗ്രാം, വട്ടത്തിലുള്ള ഡയഗ്രാം കൊടുത്തിട്ട് ഇത്ര പേര് ഫീമെയിൽ ആയിരുന്നു, ഇത്ര പേര് മെയിൽ ആയിരുന്നു, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. So qualitative data. When classification is done according to attributes such as social status, physical status, nationality, gender okay is there, etc. That is called qualitative classification. അതിനാണ് നമ്മൾ എന്താ പറയുക, qualitative classification എന്ന് പറയുക. It may not be quantitative, it cannot be quantified, it may not be quantified. So data will be classified based on qualitative attributes and it is being represented in a diagrammatic form. ഒരു ഡയഗ്രാമാറ്റിക് ഫോമിൽ ക്വാളിറ്റേറ്റീവ് ആട്രിബ്യൂട്ട്സിനെ, കളക്ട് ചെയ്ത ഡാറ്റയുടെ ക്വാളിറ്റേറ്റീവ് ആട്രിബ്യൂട്ട്സിനെ റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ എന്തായി, ഡയഗ്രാമാറ്റിക് റെപ്രസെൻറ്റേഷൻ ഓഫ് ക്വാളിറ്റേറ്റീവ് ഡാറ്റ. ഓക്കെ,
Then quantitative data നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. So in quantitative classification, the data are classified on the basis of characteristics which are quantitative in nature. Age, height, production, income, etc. are quantitative characteristics. നമ്മൾ നേരത്തെ പറഞ്ഞു മാർക്കിന്റെ കേസിൽ ഇപ്പോൾ 10 to 15 ഇത്ര സ്റ്റുഡൻസ് വരുന്നു, 10 to 20 ഇത്ര സ്റ്റുഡൻസ്, അതുപോലെ 20 to 40 ഇത്ര സ്റ്റുഡൻസ്. അത് നമുക്കൊരു ഡയഗ്രാമായിട്ട് റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, ഓരോ ബാർ ഡയഗ്രാം വെച്ചിട്ട് 20ൽ ഇത്ര on ആവറേജ് ഇത്ര സ്റ്റുഡൻസ് വരുന്നു ഒരു ബാർ, അടുത്തതിൽ on ആവറേജ് 20 to 40ൽ on ആവറേജ് ഇത്ര സ്റ്റുഡൻസ് വരുന്നു സെക്കൻഡ് ബാർ. അങ്ങനെ ഒരു ബാർ ഡയഗ്രമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഡയഗ്രമായിട്ട് റെപ്രസെന്റ് ചെയ്യാനായിട്ട് പറ്റും. സോ എനി ക്വാണ്ടിറ്റേറ്റീവ് ഇൻഫർമേഷൻ ക്യാൻ ബി റെപ്രസെന്റഡ് ഇൻ ദ ഫോം ഓഫ് ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻ ആസ് വെൽ. സോ ഇറ്റ്സ് ഓൾസോ മീൻസ് ഓഫ് പ്രസന്റേഷൻ. Then temporal classification. In temporal classification, time becomes the classifying variable. നമ്മൾ കൊണ്ട് chronological over a period of time അല്ലെങ്കിൽ ടൈമിന്റെ ബേസിൽ അല്ലേ. So time become the classifying variable and data are categorized according to time. ടൈമിനനുസരിച്ച് എന്ത് ചെയ്യും, ഡാറ്റ കാറ്റഗറൈസ് ചെയ്യും. ഓക്കെ, time may be in hours, days, weeks, months, years, etc. So സമയം എന്താവാം, it can be in months, it can be in years, it can be in days, it can be in weeks or whatever. So that also we can represent as like നമ്മൾ ഇന്ത്യയുടെ 10 വർഷത്തെ GDP ഡാറ്റ. സോ 2012 to 2020 ഓരോ വർഷവും ഡാറ്റ പോയിന്റ്സ് ഉണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, ഇയർ വൈസ് നമുക്കൊരു ബാർ ഡയഗ്രാം കൺസ്ട്രക്ട് ചെയ്യാം. സോ ഇറ്റ് വിൽ ബി ഡയഗ്രാമാറ്റിക് റെപ്രസെന്റേഷൻ. 2011 ഇത്രയാണ്, 12 ആയപ്പോൾ ഇത്രയും കൂടി, 13 ആയപ്പോൾ എഗെയിൻ കൂടി. സോ ഒരു ഇൻക്രിമെന്റ് അല്ലെങ്കിൽ ആ ഡാറ്റയുടെ ട്രെൻഡ് മനസ്സിലാക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡയഗ്രാമായിട്ട് റെപ്രസെന്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, so then when it comes to spatial classification also can be represented in diagrammatic form. So all the possible tabulation, tabulation നമുക്ക് ക്വാളിറ്റേറ്റീവും ക്വാണ്ടിറ്റേറ്റീവും സ്പാഷ്യലും ടെമ്പറലും ഒക്കെ ചെയ്യാം. അതുപോലെ തന്നെ ഡയഗ്രാമാറ്റിക് റെപ്രസെന്റേഷൻ നമുക്ക് ക്വാളിറ്റേറ്റീവും ക്വാണ്ടിറ്റേറ്റീവും സ്പാഷ്യലും അതേപോലെ തന്നെ ടെമ്പറലും ചെയ്യാനായിട്ട് സാധിക്കും. സ്പെഷ്യൽ ക്ലാസിഫിക്കേഷൻ ആവുന്ന സമയത്ത് where classification is done on the basis of geographical location. So when classification എന്തിന്റെ ബേസിലായിരിക്കും, ജിയോഗ്രഫിക്കൽ ലൊക്കേഷനിലായിരിക്കും, ഞാൻ പറഞ്ഞതല്ലേ. So when classification is done on the basis of place, that is geographical location, അതിനെയാണ് നമ്മൾ എന്ത് പറയുക, സ്പാഷ്യൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുക. എക്സാമ്പിൾസ് ഒക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ, ബ്ലോക്ക്, ടൗൺ ബ്ലോക്ക്, ഡിസ്ട്രിക്ട്, സ്റ്റേറ്റ് അല്ലെ കൺട്രി, വില്ലേജ്, ഇതെല്ലാം സ്പാഷ്യൽ അതിന് എക്സാമ്പിളാണ്. അതായത് സ്പാഷ്യൽ ക്ലാസിഫിക്കേഷൻ എക്സാമ്പിളാണ് ജിയോഗ്രഫിക്കൽ ക്ലാസിഫിക്കേഷൻ്റെ ബേസിൽ. അതും നമുക്ക് എന്ത് ചെയ്യാം, ഡയഗ്രമായിട്ട് റെപ്രസെന്റ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ GDP ഓഫ് ഇന്ത്യ ആൻഡ് യുണൈറ്റഡ് സ്റ്റേറ്റ് ഓൺ ആൻ ആവറേജ് ഇന്ത്യയുടെ GDP ഒരു 100 ആണ്, 100 യുണൈറ്റഡ് സ്റ്റേറ്റ് ഡോളറാണ്. US-ന്റെ GDP ഒരു 300 അപ്രോക്സിമേറ്റ് ഒരു ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷൻ ആണ്, ഒരു 300 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അതിനെ നമുക്ക് വേണമെങ്കിൽ ഒരു ബാർ ഡയഗ്രമായിട്ടോ അല്ലെങ്കിൽ പൈ ഡയഗ്രമായിട്ടോ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. സോ ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻ ഇസ് ഓൾസോ പോസിബിൾ ഇൻ കേസ് ഓഫ് സ്പാഷ്യൽ ക്ലാസിഫിക്കേഷൻ. സോ ക്ലാസിഫിക്കേഷൻ ഇത്രേ ഉള്ളൂ. ടാബുലേഷൻ ആയാലും ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻ ആയാലും ടെക്സ്റ്റുവൽ റെപ്രസെന്റേഷൻ ആയാലും ഇറ്റ് ക്യാൻ ബി ഡൺ ഫോർ ക്വാളിറ്റേറ്റീവ് ഡാറ്റ, ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ, ടെമ്പറൽ ആൻഡ് സ്പേഷ്യൽ ഡാറ്റ നമുക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന റെപ്രസെന്റേഷൻസ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഇതിൽ ഏറ്റവും കൂടുതൽ അട്രാക്റ്റീവ് ഏതായിരിക്കും, ഡയഗ്രമായിട്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നതായിരിക്കും കൂടുതൽ അട്രാക്റ്റീവ് അല്ലേ, പെട്ടെന്ന് ഐ ക്യാച്ച് ഉണ്ടാവും അല്ലേ. സോ ടാബുലേഷൻ ഓഫ് ഡാറ്റ ആൻഡ് പാർട്സ് ഓഫ് എ ടേബിൾ. ഒരു ടേബിളിന്റെ ഡിഫറെന്റ് പാർട്സ് ഏതൊക്കെയാണ്, ടാബുലേഷൻ ഓഫ് ഡാറ്റ. നമുക്ക് ടാബുലേറ്റ് ചെയ്യുന്ന സമയത്ത് ടേബിളിലാണല്ലോ നമ്മൾ ടാബുലേറ്റ് ചെയ്യുക അല്ലേ, അതിനെയാണ് നമ്മൾ ടാബുലേഷൻ എന്ന് പറയുക. അപ്പം ടേബിളിന്റെ ഡിഫറെന്റ് പാർട്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. എ ഗുഡ് ടേബിൾ ഷുഡ് എസെൻഷ്യലി ഹാവ് ദ ഫോളോയിങ് കമ്പോണന്റ്. ഒരു നല്ല ടേബിൾ ആണെങ്കിൽ താഴെ പറയുന്ന കമ്പോണന്റ് എല്ലാം ആ ടേബിളിനുണ്ടാവും. എന്തൊക്കെയാണ് ആ കമ്പോണന്റ്, ലെറ്റ്സ് സി. ടേബിളിന് നമ്പർ ഉണ്ടാവും, ദർ വിൽ ബി എ നമ്പർ ഫോർ ദ ടേബിൾ. ടൈറ്റിൽ, അതിനൊരു ഹെഡിങ് എന്തായാലും ആവശ്യമാണ്. ദെൻ ക്യാപ്ഷൻസ് ഓർ കോളം ഹെഡിങ്, ഓരോ കോളത്തിനും ഓരോ ഹെഡിങ് നിർബന്ധമാണ്. ദെൻ അല്ലെങ്കിൽ എന്താന്ന് മനസ്സിലാവില്ല. ദെൻ സ്റ്റബ്സ് ഓർ റോ ഹെഡിങ്, ഓരോ റോയ്ക്കും എന്ത് വേണം, ഹെഡിങ് വേണം. അല്ലെങ്കിൽ ആ റോയിൽ കൊടുത്തിരിക്കുന്നത് മനസ്സിലാവും ഇല്ല, മനസ്സിലാവില്ല. ബോഡി ഓഫ് ദ ടേബിൾ, ടേബിളിന് നല്ലൊരു ബോഡി വേണം. യൂണിറ്റ് ഓഫ് മെഷർമെന്റ്, ഏതിലാണ് മെഷർ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ കറൻസി ആണെങ്കിൽ അത് ഏത് ഡോളറിലാണ് മെഷർ, അപ്പോൾ യൂണിറ്റ് ഓഫ് മെഷർമെന്റ്. അല്ലെങ്കിൽ പെർസെൻറ്റേജിലാണോ മെഷർ ചെയ്തിരിക്കുന്നത്, അപ്പോൾ യൂണിറ്റ് ഓഫ് മെഷർമെന്റ് അതിൽ വേണം. ദെൻ സോഴ്സ്, ഈ പറയുന്ന ടേബിളിലുള്ള ഡാറ്റ എവിടെ നിന്നൊക്കെ കളക്ട് ചെയ്തു, അത് പ്രൈമറി ഡാറ്റ സോഴ്സ് ആണോ സെക്കൻഡറി ഡാറ്റ സോഴ്സ് ആണോ, അത് കറക്റ്റ് അവിടെ പറയുകയാണെങ്കിൽ കൂടുതൽ റിലയബിലിറ്റി ആയിരിക്കും ആ ടേബിൾ റീഡ് ചെയ്യുന്ന ഒരാൾക്ക്. ദെൻ നോട്ട്, ഇപ്പോൾ ടേബിളിൽ കൊടുത്ത ചില കാര്യങ്ങളൊന്നും മനസ്സിലായിക്കൊള്ളണമെന്നില്ല വായിക്കുന്ന ഒരാൾക്ക്. അപ്പോൾ എന്ത് ചെയ്യുക, ആ മനസ്സിലാവാത്ത കാര്യങ്ങൾക്ക് ഒരു നോട്ടായിട്ട് അടി കൊടുക്കും, ഇന്നതൊക്കെ ഇന്നതാണ്. ഇപ്പോൾ GDP ഇയർ, അപ്പം റോയിൽ കൊടുത്തിരിക്കുന്ന ഇയർ ആണ്, ഹെഡ് പറയുന്നത് GDP ആണ്, അത് തന്നെ ആദ്യത്തത് ഇന്ന രാജ്യത്തിൻ്റെയാണ്. അങ്ങനെ വേണ്ട കാര്യങ്ങളുടെ ഒരു ഫുട് നോട്ട് അടി കൊടുത്തു കഴിഞ്ഞാൽ കൂടുതൽ നന്നായിട്ട് ആ ടേബിൾ നമുക്ക് റെപ്രസെൻറ്റേറ്റീവ് ആയിട്ട് കാണിക്കാൻ പറ്റും. ഓക്കെ, ദെൻ ഡയഗ്രാമാറ്റിക് പ്രസന്റേഷൻ ഓഫ് ഡാറ്റ. Then when it comes to diagrammatic representation, let's see. Okay, this is the third method of presenting data. There are various kinds of diagrams in common use. Amongst them,
the important one are the following. So താഴെ പറയുന്നവയാണ് ഇമ്പോർട്ടൻറ്റ് ഡയഗ്രാംസ്. ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ജിയോമെട്രിക് ഡയഗ്രാംസ് ഉണ്ട്, ഫ്രീക്വൻസി ഡയഗ്രാംസ് ഉണ്ട്, അരിത്മെറ്റിക് ലൈൻ ഗ്രാഫ് ഉണ്ട്. സോ നോർമലായിട്ട് നമുക്ക് ഒരുപാട് ഡയഗ്രാമാറ്റിക് മെത്തേഡ്സ് ഉണ്ട്, പക്ഷേ ഏറ്റവും മോസ്റ്റ് കോമൺലി യൂസ്ഡ് മെത്തേഡ്സ് ഏതൊക്കെയാണ്? ജിയോമെട്രിക് ഡയഗ്രാം, ഫ്രീക്വൻസി ഡയഗ്രാം, അരിത്മെറ്റിക് ലൈൻ ഗ്രാഫ്. ഇത് മൂന്നുമാണ്. ലെറ്റ്സ് സീ വാട്ട് ആർ ദേ. ഓക്കെ, സോ ജിയോമെട്രിക് ഡയഗ്രാം. ബാർ ഡയഗ്രാം ആൻഡ് പൈ ഡയഗ്രാം കം ഇൻ ദ കാറ്റഗറി ഓഫ് ജിയോമെട്രിക് ഡയഗ്രാം. ഞാനിപ്പോൾ രണ്ട് പൈ ഡയഗ്രത്തിൻ്റെയും ബാർ ഡയഗ്രത്തിൻ്റെയും എക്സാമ്പിൾ പറഞ്ഞുള്ളൂ. അപ്പോൾ പൈ ഡയഗ്രവും ബാർ ഡയഗ്രാം ആണ് അവിടെ വരുന്നത്, ജിയോമെട്രിക് ഡയഗ്രാമത്തിനകത്ത് വരുന്നത്. ദ ബാർ ഡയഗ്രാം, വൺ ഡയമെൻഷണൽ ഡയഗ്രാം, ആർ ഓഫ് 3 types: സിമ്പിൾ, മൾട്ടിപ്പിൾ ആൻഡ് കമ്പണന്റ് ബാർ ഡയഗ്രാം. സോ ഓക്കെ, അതായത് ജിയോമെട്രിക് ഡയഗ്രത്തിൽ വരുന്ന രണ്ടെണ്ണമാണ് അതൊക്കെ പൈ ഡയഗ്രവും ബാർ ഡയഗ്രാം. സോ ബാർ ഡയഗ്രാം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ വൺ ഡയമെൻഷണൽ ബാർ ഡയഗ്രാം, സോ ബാർസ് ആയിട്ടുള്ളത്. ലൈക്ക് ഇപ്പോൾ ജി ഡി പി എടുത്തു കഴിഞ്ഞാൽ 2011 ജി ഡി പി, 2012 ജി ഡി പി, 2013 ജി ഡി പി, അങ്ങനെ വരും. സോ ഓരോ ബാർസ് ആയിട്ട് വരും ഓരോ വർഷവും. സോ ദിസ് ബാർ ഡയഗ്രാം ആർ ഓഫ് 3 types. ബാർ ഡയഗ്രാം നമുക്ക് എന്താക്കാം, 3 ആയിട്ട് തിരിക്കാം. സിമ്പിൾ ബാർ ഡയഗ്രാം ഉണ്ട്, മൾട്ടിപ്പിൾ ആൻഡ് കമ്പണന്റ് ബാർ ഡയഗ്രാംസ് ഉണ്ട്. സോ സിമ്പിൾ ബാർ ഡയഗ്രാംസും ഉണ്ട്, അതേപോലെ തന്നെ മൾട്ടിപ്പിൾ ഓർ കമ്പണന്റ് ബാർ ഡയഗ്രാംസ് ഉണ്ട്. ഓക്കെ, സോ അതായത് സിമ്പിൾ ബാർ ഡയഗ്രാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാറ്റഗറി മാത്രം വരുന്നത്. മൾട്ടിപ്പിൾ എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് എഗെയിൻ മൾട്ടിപ്പിൾ കാറ്റഗറീസ് വരും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ജി ഡി പി ഇയർ വൈസ് ജി ഡി പി എടുക്കുന്ന സമയത്ത് ഓരോ വർഷത്തെയും ജി ഡി പി, അത് സിമ്പിൾ ബാർ ഡയഗ്രാം ആണ്. അതേ സമയത്ത് ടെറിറ്ററി ബേസ്ഡ് ചെയ്തിട്ടുള്ള ജി ഡി പി, അപ്പം സ്റ്റേറ്റ് ബേസ്ഡ് ചെയ്തിട്ടുള്ള ജി ഡി പി. സോ ഓരോ സ്റ്റേറ്റിലും ഇത്ര ജി ഡി പി ഉണ്ട്. അത് നമുക്ക് കാണിക്കണമെങ്കിൽ എന്ത് ചെയ്യും, ഇപ്പം ഫസ്റ്റ് ഇയറിൽ ഇന്ത്യയുടെ ഇപ്പോൾ 2012 ഇന്ത്യയുടെ ജി ഡി പിയിൽ പിന്നെയും കാറ്റഗറൈസേഷൻ വരും ആ ബാറിൽ, എന്തിൻ്റെ ബേസിൽ, സ്റ്റേറ്റിൻ്റെ ബേസിൽ. അപ്പോൾ അത് മൾട്ടിപ്പിൾ ആയിട്ട് മാറി. ഓക്കെ, സോ ജിയോമെട്രിക് ഡയഗ്രത്തിൽ വരുന്നതാണ് ബാർ ഡയഗ്രാം, അതേപോലെ തന്നെ പൈ ഡയഗ്രാം. ഓക്കെ, ബാർ ഡയഗ്രത്തിൻ്റെ എക്സാമ്പിൾ ഞാൻ ഇപ്പോൾ പറഞ്ഞോളൂ. അപ്പോൾ ബാർ ഡയഗ്രത്തിന് നമുക്ക് 3 ആയിട്ട് തിരിക്കാം: സിമ്പിൾ ബാർ ഡയഗ്രാം, മൾട്ടിപ്പിൾ ബാർ ഡയഗ്രാം ആൻഡ് കമ്പണന്റ് ബാർ ഡയഗ്രാം. സോ സിമ്പിൾ ബാർ ഡയഗ്രാം എന്ന് പറയുന്ന സമയത്ത് സിമ്പിൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ജി ഡി പിയുടെ കേസ് 10 ഇയറിലെ ജി ഡി പി, ഓരോ വർഷം ഇത്ര ജി ഡി പി, സിമ്പിൾ ബാർ ഡയഗ്രാം. ദെൻ കമ്പണന്റ് ബാർ ഡയഗ്രാം എന്ന് വെച്ച് കഴിയുമ്പോൾ നമ്മൾ അതിനെ സ്റ്റേറ്റിന്റെ ബേസിൽ കാറ്റഗറൈസ് ചെയ്യുന്നു. സോ 2012 ഇത്രയുമാണ് ടോട്ടൽ ജി ഡി പി, അതിൽ കേരളത്തിലേക്ക് ഇത്ര, തമിഴ്നാട് ഇത്ര, ആന്ധ്ര ഇത്ര, അങ്ങനെ നമ്മൾ കാറ്റഗറൈസ് ചെയ്തെടുക്കും. ഓക്കെ, ദെൻ മൾട്ടിപ്പിൾ ബാർ ഡയഗ്രാം എന്ന് പറയുന്ന സമയത്ത് ജി ഡി പി പ്ലസ് ഗ്രോസ് നാഷണൽ GNP നമ്മൾ റെപ്രസെന്റ് ചെയ്യാണ്. അപ്പോൾ 2012 ജി ഡി പി ഇത്രയാണ്, അതേസമയം GNP ഇത്രയാണ്, വേറൊരു ബാറായിട്ട്, പക്ഷേ ഒരുമിച്ച് നിൽക്കും, ആ ബാറുകൾ ഇങ്ങനെ ഒരുമിച്ച് നിൽക്കും. സോ ദാറ്റ് ഈസ് വാട്ട് ഈസ് മൾട്ടിപ്പിൾ ബാർ ഡയഗ്രാം. മൾട്ടിപ്പിൾ ഐറ്റം നമ്മൾ അതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തണം. ഓക്കെ, സോ സിമ്പിൾ ബാർ ഡയഗ്രാം സിമ്പിൾ 10 വർഷത്തെ ജി ഡി പി മാത്രം കാണിക്കുന്നു. മൾട്ടിപ്പിൾ ബാർ ഡയഗ്രാം എന്ന് വെച്ച് കഴിയുമ്പം 10 വർഷത്തെ ജി ഡി പിയും GNP കൂടി കാണിക്കുന്നു. ദെൻ കമ്പണന്റ് ബാർ ഡയഗ്രാം എന്ന് വെച്ച് കഴിഞ്ഞാൽ 10 വർഷത്തെ ജി ഡി പി സ്റ്റേറ്റ് വൈസ് കാണിക്കുന്നു. സോ ടോട്ടൽ ജി ഡി പി ഇത്ര, അതിൽ ഓരോ സ്റ്റേറ്റിലേക്കും ഇത്ര കട്ട് ചെയ്ത് കാണിക്കുന്നു. സോ കമ്പണന്റ് ബാർ ഡയഗ്രാം. സോ then next one is pie diagram is again a part of geometric diagram, isn't it? So a pie diagram is also a component diagram. Component diagram ആണ് pie diagram. Okay, but unlike a bar diagram, it is circle broken diagram. അതായത് പക്ഷേ ഇത് ബാർ ഡയഗ്രാം പോലെയല്ല, ബാർ ഡയഗ്രാം ബാർസ് ആയിട്ടാണല്ലോ ഉണ്ടാവുക. പൈ ഡയഗ്രാം എങ്ങനെയായിരിക്കും? പൈ ഡയഗ്രാം ഒരു പൈ, ഐ മീൻ ഒരു വട്ടമായിരിക്കും, ഒരു വൃത്താകൃതിയിലായിരിക്കും പൈ ഡയഗ്രാം ഉണ്ടാവുക. അതിൻ്റെ അകത്ത് എന്ത് ചെയ്യും, ഈ പറയുന്ന കാറ്റഗറൈസേഷൻ ഇങ്ങനെ സംഭവിക്കും. ഓക്കെ, ഇപ്പോൾ മാർക്കിൻ്റെ കേസ് പറയുകയാണെങ്കിൽ ടോട്ടൽ ഒരു വൃത്തം ഉണ്ടാവും, അതിൻ്റെ അകത്ത് ഇപ്പം 10 to 20 കിട്ടിയവർ ഇത്ര പെർസെൻറ്റേജ്, 20 to 30 കിട്ടിയവർ ഇത്ര പെർസെൻറ്റേജ്, അങ്ങനെ ഒരു വൃത്തത്തെ നമ്മൾ കാറ്റഗറൈസ് ചെയ്യും. സോ ദിസ് ഇസ് വാട്ട് ജോമെട്രിക് ഡയഗ്രാം. ഓക്കെ, വാട്ട് ഇസ് നെക്സ്റ്റ്? ഫ്രീക്വൻസി ഡയഗ്രാം. അടുത്താണത് ഫ്രീക്വൻസി ഡയഗ്രാം. Data in the form of grouped frequency distributions are generally represented by frequency diagram like histogram, frequency polygon, frequency curve and ogive. Okay, so നമ്മൾ എന്ത് ചെയ്യും? ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ ക്ലാസ് ആൻഡ് ഫ്രീക്വൻസി ആയിട്ട് ക്ലാസിഫൈ ചെയ്ത ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനെ നമ്മൾ ഡയഗ്രാമാറ്റിക് ഫോമാറ്റിൽ റെപ്രസെന്റ് ചെയ്യും. ഇറ്റ് ക്യാൻ ബി എയ്തർ ഹിസ്റ്റഗ്രാം, നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. എയ്തർ ഇറ്റ് ക്യാൻ ബി ഹിസ്റ്റഗ്രാം, ഫ്രീക്വൻസി പോളിഗൺ, അല്ലെങ്കിൽ എന്താണ് ഫ്രീക്വൻസി പോളിഗൺ ഓർ ഫ്രീക്വൻസി കർവ് ആൻഡ് ഒജീവ്. ഇതിനൊക്കെ എന്താണ് നമ്മൾ ഫ്രീക്വൻസി ഡയഗ്രാം എന്നാണ് പറയുന്നത്. സോ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ഇസ് ബീങ് റെപ്രസെന്റഡ് ഇൻ ദ ഫോം ഓഫ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ എന്തായിട്ട് റെപ്രസെന്റ് ചെയ്യുന്നു? ഫ്രീക്വൻസി ഡയഗ്രാം ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്നു. ഡയഗ്രാം ഏതൊക്കെയാണത്? ഹിസ്റ്റഗ്രാം വരാം, ഫ്രീക്വൻസി പോളിഗൺ, ഒജീവ് ആൻഡ് ഫ്രീക്വൻസി കർവ്, ഇതെല്ലാം അതിനകത്ത് വരാം. ഓക്കെ, സോ ദാറ്റ് ഇസ് അബൌട്ട് ഫ്രീക്വൻസി ഡയഗ്രാംസ്. ദെൻ ഹിസ്റ്റഗ്രാം, അതിൽ ഓരോ നമുക്ക് എടുത്ത് പഠിക്കാം. വാട്ട് ഇസ് ഹിസ്റ്റഗ്രാം? എന്താണ് ഹിസ്റ്റഗ്രാം? ഇതൊരു ഫ്രീക്വൻസി ഡയഗ്രത്തിൽ വരുന്നതാണ്. സോ ഹിസ്റ്റഗ്രാം ഈസ് എ 2-dimensional ഡയഗ്രാം. ഹിസ്റ്റഗ്രാം എന്ന് വെച്ചാൽ എന്താണ്? അത് 2-dimensional ഡയഗ്രാം ആണ്.
we can have a bar diagram both for discrete and continuous variable. But histogram is drawn only for a continuous variable. Histogram also gives value of mode of the frequency distribution. So, histogramine പറ്റി പറയുന്ന സമയത്ത് histogram ഒരു frequency distribution ആണ്. And it will be suitable only for continuous variable. കാരണം ഇത് class frequency ന്റെ ബേസിലാണ്. So, മാർക്കിന്റെ ബേസിൽ. So, അപ്പം ഹൈറ്റിനെ നമ്മൾ ക്ലാസ് ആൻഡ് ഫ്രീക്വൻസി ആയിട്ട് കാറ്റഗറൈസ് ചെയ്യുന്നത് വെച്ചാൽ സോ 160 to 170 ഒരു ക്ലാസ് ആണ്. സോ 160 to 170 എനി പോയിന്റ്സ് ക്യാൻ കം ഇൻ ബിറ്റ്വീൻ ഇസ് ഇറ്റ്. സോ ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് ഒബ്സർവേഷൻ ഉണ്ട്. സോ അത്തരത്തിൽ ക്ലാസ് ആൻഡ് ഫ്രീക്വൻസി മോസ്റ്റ് ഓഫ് ദ ടൈം വിൽ ബി എന്തായിരിക്കും ഇൻഫൈനൈറ്റ് ആയിരിക്കും. സോ ആ ക്ലാസ് ആൻഡ് ഫ്രീക്വൻസി വെച്ചിട്ടുള്ളത് അപ്പോൾ ഒരു ക്ലാസ് ആൻഡ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനായി. സോ അതിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന ബാർ ഡയഗ്രാം ആണ് ഹിസ്റ്റോഗ്രാം. സോ ബാർ ഡയഗ്രാം ഡിസ്ക്രീറ്റിനും നമുക്ക് ചെയ്യാം, കണ്ടിന്യൂസിനും ചെയ്യാം. പക്ഷേ ഹിസ്റ്റോഗ്രാം വിൽ ബി പോസിബിൾ ഓൺലി ഫോർ കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ആണ് നമ്മൾ പോസിബിൾ ആയിട്ടുള്ളത്. ഓക്കെ, ബട്ട് ഹിസ്റ്റോഗ്രാം ഈസ് ഡ്രോൺ ഓൺലി ഫോർ എ കണ്ടിന്യൂസ് വേരിയബിൾ. കണ്ടിന്യൂസ് വേരിയബിളിനായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഹിസ്റ്റോഗ്രാം കൺസ്ട്രക്ട് ചെയ്യുന്നത്. ഹിസ്റ്റോഗ്രാം ഓൾസോ ഗീവ്സ് വാല്യൂസ് ഓഫ് മോഡ് ഓഫ് ദ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. ഹിസ്റ്റോഗ്രാം നമുക്ക് എന്ത് കിട്ടും, ഒരു മോഡ് ലൈക്ക് ആ ഒരു വേരിയബിളിന്റെ മോഡ്, അതായത് മോസ്റ്റ് ഫ്രീക്വൻറ്റ്ലി റിപ്പീറ്റിംഗ് വാല്യൂ, ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്യുന്ന വാല്യൂവിനാണ് നമ്മൾ മോഡ് എന്ന് പറയും. അപ്പോൾ ആ മോഡ് നമുക്ക് കിട്ടാനായിട്ട് സാധിക്കും. അതായത് ഇപ്പം ഒരു ഹിസ്റ്റോഗ്രാം എടുത്തു കഴിഞ്ഞാൽ ഹിസ്റ്റോഗ്രാം സാധാരണ ഇങ്ങനെയുണ്ട്. അപ്പോൾ അതിൻ്റെ ഏറ്റവും ഹൈറ്റ്സിൽ നിൽക്കുന്ന ആ സംഭവമായിരിക്കും മോഡ്. കാരണം ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്യുന്ന സംഭവമാണ് ഏറ്റവും വലിയ ഫ്രീക്വൻസി ആയിട്ട് കാണിക്കുക. സോ ഏറ്റവും വലിയ ഫ്രീക്വൻസിയാണ് എന്ത്, മോഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഏറ്റവും കൂടുതൽ ഫ്രീക്വൻ്റ് ആയിട്ട് റിപ്പീറ്റ് ചെയ്യുന്ന വാല്യൂ ആയിരിക്കും മോഡ്. സോ ദ ഹയസ്റ്റ് ഫ്രീക്വൻസി തരുന്ന ആ ഒരു പോയിന്റ് ആയിരിക്കും എന്ത്, മോഡ് എന്ന് പറയുന്നത്. സോ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ is a bar diagram only, but it is suitable only for a continuous. അത് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു വേരിയബിളിന് മാത്രമാണ് എന്ത്, ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ പോസിബിൾ ആയിട്ടുള്ളത്, സോറി ഹിസ്റ്റോഗ്രാം പോസിബിൾ ആയിട്ടുള്ളത്. ഹിസ്റ്റോഗ്രാം ഇസ് എ ബാർ ഡയഗ്രാം, പക്ഷേ ഇതൊരു ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ പോസിബിൾ ആണ്. ദാറ്റ് വിൽ ബി എ കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും. ഓക്കെ, അതേപോലെ തന്നെ വി ക്യാൻ ഡിറ്റക്ട് ദ മോഡ്, ദാറ്റ് ഇസ് മോസ്റ്റ് ഫ്രീക്വൻറ്റ്ലി റിപ്പീറ്റിംഗ് വാല്യൂ. ഏറ്റവും കൂടുതലായിട്ട് റിപ്പീറ്റ് ചെയ്യുന്ന വാല്യൂവിനാണ് മോഡ് എന്ന് പറയുക. സോ ബൈ ലുക്കിംഗ് ടു എ ഹിസ്റ്റോഗ്രാം നമുക്ക് മോസ്റ്റ് ഫ്രീക്വൻറ്റ്ലി റിപ്പീറ്റിംഗ് വാല്യൂ എന്ത് ചെയ്യാൻ പറ്റും, എടുക്കാൻ പറ്റും, എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റും, നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ ഫ്രീക്വൻസി പോളിഗൺ. എ ഫ്രീക്വൻസി പോളിഗൺ ഇസ് എ പ്ലെയിൻ ബൗണ്ടഡ് ബൈ സ്ട്രൈറ്റ് ലൈൻ, usually 4 or more lines. Frequency polygon is an alternative to histogram and is also derived from histogram itself. So frequency polygon ഒന്നുമില്ല, അതൊരു സ്ട്രൈറ്റ് ലൈൻ ആയിരിക്കും. നമ്മൾ എങ്ങനെ ഡ്രോ ചെയ്യാന്ന് വെച്ചാൽ ആദ്യം നമ്മൾ ഹിസ്റ്റോഗ്രാം കൺസ്ട്രക്ട് ചെയ്യും. ഹിസ്റ്റോഗ്രാം കൺസ്ട്രക്ട് ചെയ്തിട്ട് അതിൻ്റെ മിഡ് പോയിന്റ് മാർക്ക് ചെയ്യും. മിഡ് പോയിന്റ് മാർക്ക് ചെയ്തിട്ട് നമ്മൾ സ്കെയിൽ വെച്ചിട്ട് സ്ട്രൈറ്റ് ലൈൻ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അത് എന്തായി മാറി, ഫ്രീക്വൻസി പോളിഗൺ ആയിട്ട് മാറി. സോ എ ഫ്രീക്വൻസി പോളിഗൺ ഇസ് എ പ്ലെയിൻ ബൗണ്ടഡ് ബൈ സ്ട്രൈറ്റ് ലൈൻസ്. സ്ട്രൈറ്റ് ലൈൻ ആയിരിക്കും, യൂഷ്വലി 4 or more lines. ഫ്രീക്വൻസി പോളിഗൺ ഇസ് ആൾട്ടർനേറ്റീവ് ടു ഹിസ്റ്റോഗ്രാം. ഹിസ്റ്റോഗ്രാമിന് പകരമായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ആൻഡ് ഈസ് ഓൾസോ ഡിറൈവ്ഡ് ഫ്രം ദ ഹിസ്റ്റോഗ്രാം ഇറ്റ്സെൽഫ്. ഹിസ്റ്റോഗ്രാമിൽ നിന്നാണ് അത് ഡിറൈവ് ചെയ്തെടുക്കുന്നത്. സോ ഹിസ്റ്റോഗ്രാം ഡെവലപ്പ് ചെയ്തിട്ട് അതിൻ്റെ മിഡ് പോയിന്റ് മാർക്ക് ചെയ്ത് ആ പോയിന്റ്സ് ഡോട്ട് കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തായി, ഫ്രീക്വൻസി പോളിഗൺ ആയിട്ട് മാറി. Frequency curve. The frequency curve is obtained by drawing a smooth freehand curve passing through the point of the frequency polygon as closely as possible. Okay, ഇപ്പോൾ ഫ്രീക്വൻസി പോളിഗൺ ഒരു സ്ട്രൈറ്റ് ലൈൻ ആണെന്ന് കണ്ടു. അപ്പം അത് നമ്മൾ സ്കെയിലൊക്കെ വെച്ച് പ്രോപ്പറായിട്ട് വരയ്ക്കുമ്പോൾ അത് ഫ്രീക്വൻസി പോളിഗൺ. നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് കൈ കൊണ്ട് എടുത്തിട്ട് നൈസായിട്ട് കൈ കൊണ്ട് സ്കെയിലൊന്നും വെക്കാതെ ആ പറയുന്ന ഡോട്ടുകൾ കണക്ട് ചെയ്ത് പോയാൽ അതെന്തായിട്ട് മാറി, ഫ്രീക്വൻസി പോളിഗൺ ആയിട്ട് മാറി. സോ ഫ്രീക്വൻസി പോളിഗൺ ആൻഡ് ഫ്രീക്വൻസി കർവ് ആർ ഓൾമോസ്റ്റ് ദ സെയിം. ദ ഡിഫറൻസ് ഇസ് ഫ്രീക്വൻസി പോളിഗൺ വിൽ ബി സ്ട്രൈറ്റ് ലൈൻ. ഓക്കെ, പക്ഷേ ഓൺ ദി അതർ ഹാൻഡ് ദ ഫ്രീക്വൻസി കർവ് എങ്ങനെയായിരിക്കും, നമ്മൾ ഫ്രീ ഹാൻഡ് ആൻഡ് ഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ അത് ഫ്രീക്വൻസി കർവ് ആയിട്ട് മാറി. ഓക്കെ, സോ ഹിസ്റ്റോഗ്രാം വിൽ ബി ദർ, മിഡ് പോയിന്റ് മാർക്ക് ചെയ്ത് സ്കെയിൽ വെച്ച് ലൈൻ യോജിപ്പിച്ച് കഴിഞ്ഞാൽ അത് ഫ്രീക്വൻസി പോളിഗൺ ആയി. ഓൺ ദി അതർ ഹാൻഡ് ഫ്രീ ഹാൻഡ് ആയിട്ട് നമ്മൾ വരച്ച് കഴിഞ്ഞാൽ എന്തായിട്ട് മാറി, ഫ്രീക്വൻസി കർവ് ആയിട്ട് മാറി. സോ ഒജീവ് ആണ് അടുത്തത്. സോ ഒജീവ് ഈസ് ഓൾസോ കോൾഡ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കർവ്. ഒജീവിനെ നമ്മൾ എന്ത് പറയും, ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കർവ് എന്നും പറയും. സോ അതായത് ഓരോ ക്ലാസ്സിൻ്റെ അകത്തുള്ള ഫ്രീക്വൻസീസ് നമ്മൾ ക്യുമുലേറ്റ് ചെയ്യുന്ന വെച്ചാൽ ആഡ് ചെയ്ത് പോവാം. ഓക്കെ, അങ്ങനെ നമ്മൾ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കർവ് എന്ന് പറയും. സോ ഒജീവ് എന്ന് പറയും. അങ്ങനെ ഡാറ്റ എടുത്തിട്ട് ആ ഡാറ്റ പോയിന്റ്സ് ഡോട്ട് യോജിപ്പിച്ച് കഴിഞ്ഞാൽ അത് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കർവ് ആയിട്ട് മാറി. സോ ഈ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കർവ് എന്ന് പറയുന്ന സമയത്ത് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കർവ് അല്ലെങ്കിൽ ഒജീവ് എന്ന് പറയുന്ന സമയത്ത് ക്യുമുലേറ്റീവ് ആയതുകൊണ്ട് തന്നെ അത് ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ആവാം. അതായത് അപ്പർ ബൗണ്ടിന് താഴേക്ക് ലെസ് ദാൻ ക്യുമുലേറ്റീവ് ആവാം, അല്ലെങ്കിൽ മോർ ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കർവ് ആവാം. ഓക്കെ, മോർ ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കർവ് ആവാം. സോ ദാറ്റ് 2 കർവ് വിൽ ബി ദർ. ആ 2 കർവും ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് നമ്മൾ ഡോട്ട് ചെയ്ത് താഴേക്ക് വരച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി, മീഡിയൻ കിട്ടി. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നേരത്തെ ഹിസ്റ്റോഗ്രാം പറഞ്ഞ സമയത്ത് ഹിസ്റ്റോഗ്രാമിൽ നമുക്ക് മോഡ് എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റും, മോസ്റ്റ് ഫ്രീക്വൻറ്റ്ലി റിപ്പീറ്റിംഗ് വാല്യൂ. ദെൻ
ഒജീവ് എടുക്കുന്ന സമയത്ത് ഒജീവിനെ വേറൊരു പേരാണ് ഇത് ലെസ് ദാൻ ഫ്രീക്വൻസി കർവ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കർവ് എന്ന് പറയുന്നത് ഒജീവിന്റെ വേറൊരു പേരാണ്. ഇത് ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഉണ്ട്, മോർ ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഉണ്ട്. ഇവയുടെ ഈ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് ഡോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? മീഡിയൻ കിട്ടും. സോ ഫ്രം ഒജീവ് വി വിൽ ഗെറ്റ് മീഡിയൻ. ഫ്രം ഹിസ്റ്റോഗ്രാം വി ക്യാൻ ഈസിലി ഐഡന്റിഫൈ വാട്ട്? മോഡ്. ഒരു രണ്ട് സെൻട്രൽ ടെൻഡൻസി നമ്മൾ ഐഡന്റിഫൈ ചെയ്തു. ഓക്കെ, ദെൻ തേർഡ് വൺ ഇസ് അരിത്മെറ്റിക് ലൈൻ ഗ്രാഫ്. സോ മനസ്സിലാക്കേണ്ട കാര്യം, ഹിസ്റ്റോഗ്രാമിൽ നമുക്ക് മോഡ് കിട്ടി, ഒജീവിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടി, അല്ലെങ്കിൽ ഫ്രീക്വൻസി ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കർവിൽ നമുക്ക് എന്ത് കിട്ടി? മീഡിയൻ കിട്ടി. ലെറ്റ്സ് സി what we will get from arithmetic line graph. Okay, an arithmetic line graph is also called time series graph. In this graph, time is plotted along x-axis and the value of the variable time series data along y-axis. So nothing, arithmetic line graph എന്ന് പറയുന്ന സമയത്ത് x-axisൽ നമ്മൾ ഇയർ പ്ലോട്ട് ചെയ്യും, y-axisൽ നമ്മൾ ആ ഡാറ്റ പ്ലോട്ട് ചെയ്യും, ദെൻ ഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ ടൈം സീരീസ് ഗ്രാഫ്. ആ ടൈം സീരീസ് ഗ്രാഫിന്റെ വേറൊരു പേരാണെന്ത്? അരിത്മെറ്റിക് ലൈൻ ഗ്രാഫ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇന്ത്യയുടെ GDP ഡാറ്റ 10 വർഷത്തെ. സോ 10 വർഷം നമ്മൾ അവിടെ പ്ലോട്ട് ചെയ്തു. x-axis ഇങ്ങനെ വരച്ച് കഴിഞ്ഞതാണ് x-axis പ്ലോട്ട് ചെയ്തു. y-axisൽ നമ്മൾ എന്ത് പ്ലോട്ട് ചെയ്തു? നമ്മൾ GDP ഡാറ്റ പ്ലോട്ട് ചെയ്തു. സോ then that is called arithmetic line graph or time series graph. Okay, an arithmetic line graph is also called time series graph. In this graph, time is plotted along x-axis and the value of the variable will be plotted on the y-axis. അതായത് ടൈം സീരീസ് ഗ്രാഫിൽ x-axisൽ നമ്മൾ ടൈം പ്ലോട്ട് ചെയ്യും, y-axisൽ നമ്മൾ വേരിയബിൾ പ്ലോട്ട് ചെയ്യും. സോ ഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ ആ ടൈം സീരീസ് ഗ്രാഫിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അരിത്മെറ്റിക് ലൈൻ ഗ്രാഫ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ദിസ് ഇസ് another method of diagrammatic representation of data. സോ നമ്മൾ ലൈക്ക് ഹൗ ടു പ്രസന്റ് ഡാറ്റ കണ്ടു. പ്രസന്റ് ഡാറ്റ നമുക്ക് മൂന്നായിട്ട്, ഒന്നെങ്കിൽ ടാബുലേഷൻ ആയിട്ട് ചെയ്യാം, ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഡയഗ്രാമാറ്റിക് ആയിട്ട് ചെയ്യാം. അതിൻ്റെ വേരിയസ് ആയിട്ടുള്ള റെപ്രസെൻറ്റേഷൻ്റെ വേരിയസ് മോഡ്സ് ഓഫ് റെപ്രസെൻറ്റേഷൻ, അതിൽ ഫർദർ ക്ലാസിഫിക്കേഷൻ ഒക്കെ നമ്മൾ കണ്ടു. സോ ഇതിൽ ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ഏതായിരിക്കും? ഡയഗ്രാമാറ്റിക് റെപ്രസെൻറ്റേഷൻ ആയിരിക്കും. അതിൽ തന്നെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു, മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.